നിങ്ങൾ ഭാഗവതം പ്രഥമസ്കന്ധം അതിലെ 2-ാം അധ്യായത്തിലെ 11-ാം ശ്ലോകം എടുത്തു നോക്ക്. ഭാഗവതം 1-ാം സ്കന്ധം 2-ാം അധ്യായം 11-ാം ശ്ലോകം. അപ്പൊ അവിടെ പറയുന്നത് വദന്തി തത്വവിദഃ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. ഇത് വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ അറിവ് കൊണ്ടേ സാധിക്കുള്ളൂ. നമ്മൾ വിശ്വാസത്തിൽ ജീവിക്കുകയാണ്, ബിലീഫിൽ ജീവിക്കുകയാണ്. നമ്മളിപ്പോൾ കുട്ടികളെയൊക്കെ നിങ്ങൾ അമ്പലത്തിൽ കൊണ്ടുപോയി തൊഴിപ്പിക്കുമ്പം യു ആർ ക്രിയേറ്റിംഗ് സം ബിലീഫ്. നമുക്ക് വേണ്ടത് കൺവിക്ഷനാണ്, നമുക്ക് വേണ്ടത് നോളജാണ്. അവിടെയാണ് നമുക്ക് ഗീതയൊക്കെ പഠിക്കേണ്ടതും. ഞാൻ ഈ ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഗീതയിലെ 4-ാം അധ്യായം എടുക്കുക നിങ്ങൾ. കാരണം ഗീത പഠിച്ചുകൊണ്ട് നമ്മൾ ഭാഗവതം പഠിക്കുമ്പോൾ കുറെ കൂടി ക്ലാരിറ്റിയാണ്. അപ്പൊ നമ്മൾ കൃഷ്ണൻ പറഞ്ഞതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കൃഷ്ണൻ പറഞ്ഞതൊക്കെ ഈ സത്യം പറഞ്ഞാലല്ലോ നമ്മുടെ പാരൻസ് വലിയൊരു ദ്രോഹം ചെയ്തത് ബ്ലൈൻഡ്ലി നമ്മളെ ഭക്തി കൊണ്ടാക്കി, ബ്ലൈൻഡ്ലി നമ്മൾ അമ്പലത്തിൽ കൊണ്ടുപോയി തൊഴിച്ചു. ഒരു സത്സംഗം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ഫാമിലിയിൽ മാത്രമേ, വളരെ കുറഞ്ഞ ഫാമിലിക്ക് മാത്രമേ അത് കിട്ടിയുള്ളൂ. അതിപ്പോഴും കുറെ ആചാര്യന്മാരെ, ഭാഗവതം പറയുന്ന ആചാര്യൻ വെറും സ്റ്റോറി പറഞ്ഞു പോവുക. വലിയ സങ്കടമാണത്. ഇപ്പൊ നെക്സ്റ്റ് ജനറേഷന് നമുക്കൊരു ഐഡിയ കൊടുക്കേണ്ട ജീവിതത്തെക്കുറിച്ച്. അതുകൊണ്ടാണ് ഇത്രയും സൂയിസൈഡ്, ഇത്രയും കോംപ്ലിക്കേഷൻ നമ്മുടെ. ഇപ്പൊ റിസൾട്ട് വരുന്നു, 12th 11 എന്താണ് പ്ലസ് SSLC റിസൾട്ട് വരുമ്പോൾ കുറെ എണ്ണം അങ്ങനെ മരിക്കുക. കുറേ സങ്കടങ്ങളും ദുഃഖങ്ങളും. എവിടെ പോയാലും മകൻ മരിച്ചു, സ്വാമിയെ മകൾ സൂയിസൈഡ് ചെയ്തു, അവരത് ചെയ്തു, ഇവരിത് ചെയ്തു, മകൾക്ക് ഇത്തിരി ഡിപ്രഷൻ കയറി, ഇപ്പോൾ അവൾ വളരെ മൂഡ് ഓഫ് ആണ്, ആരോടും മിണ്ടില്ല. ഈ തരത്തിലുള്ള ഈ പ്രശ്നങ്ങൾ നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ കൂടി വരികയാണ്. അതെന്തോ കൂടി വരുന്നത്, ഇവരൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ്. അതാ സങ്കടം. ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പിള്ളേരാണ് ഇത്തരം ഡിപ്രഷനിൽ പോകുന്നത്. കാരണം അവരുടെ ഈഗോ, അവരിതൊന്നും ആരോടും സംസാരിക്കില്ല. അവർ വളരെ മൂടിയിട്ട് ഒരു ദിവസം അവരുടെ ലൈഫ് തീർന്നു. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലൈഫിനൊരു ക്ലാരിറ്റി വേണം. നോക്കൂ, എനിക്ക് കൃഷ്ണനോടൊക്കെ വളരെ ഒരു ജഗദ്ഗുരുവായി കൃഷ്ണനെ നമ്മൾ കാണുന്നത്, നമ്മൾ ഗീത പഠിക്കുമ്പോൾ കൃഷ്ണനോടുള്ള ബഹുമാനം നമുക്ക് കൂടുകയുള്ളൂ. ഗീതയിൽ കൃഷ്ണൻ 4-ാം അധ്യായത്തില് 38-ാം ശ്ലോകത്തിൽ പറയും, കാണുന്നുണ്ടല്ലോ നിങ്ങൾ, നഹി ജ്ഞാനേന സദൃശം ചൊല്ലു പവിത്രമിഹ വിദ്യതേ തത്സ്വയം യോഗ സംസിദ്ധ കാലേനാത്മനി വിന്ദതി. നഹി ജ്ഞാനേന സദൃശം. നഹി, there is nothing equivalent to knowledge. അറിവിന് തുല്യമായി ഇവിടെ യാതൊന്നും ഇല്ല. ഇത് ഡിക്ലെയർ ചെയ്യാൻ പറ്റിയ ഒരു അവതാരമൂർത്തി ഭഗവാനേ ഉള്ളൂ. നമ്മളോടൊന്നും ബ്ലൈൻഡ് ബിലീഫ് ചെയ്യാനല്ല കൃഷ്ണൻ പറയുന്നത്. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ. there is nothing important, there is nothing equivalent to knowledge. അപ്പൊ ഏറ്റവും പ്രധാനം ഏതാണ്? അറിവാണ്. അതാണ് ഇവിടെ കൃഷ്ണൻ പറയുന്നത്. നഹിജ്ഞാനേന സദൃശം. സദൃശം എന്ന് പറഞ്ഞാൽ ഈക്വലന്റ് ആയിട്ട്, അറിവിന് തുല്യമായി ഇവിടെ യാതൊന്നും ഇല്ലേ. ഇത് സത്യമല്ലേ കൃഷ്ണൻ പറഞ്ഞത്? അറിവല്ലേ വലുത്? ജീവിതം പവിത്രീകരിക്കാൻ അറിവിനേക്കാൾ വലുതായി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? മനസ്സിലാക്കുന്നുണ്ടോ? വെറുതെ മൂളിയിട്ട് കാര്യമില്ല. അപ്പൊ എന്ത് വേണം? അറിവ് വേണം. ഈ അറിവിനെയാണ് അണ്ടർലൈൻ ചെയ്യുന്നത്. ഇതാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. ഞാൻ പറഞ്ഞു, അറിവ് 2 എണ്ണമാണ്. ഒന്ന് ഭൗതികവും ആത്മീയവും. എന്താണ് ആത്മീയം? ഞാൻ എവിടെ നിന്ന് വന്നു? അപ്പം ഈ പ്രപഞ്ചം, സൂര്യനും ചന്ദ്രനും ഒക്കെ വന്നത് ഊർജത്തിൽ നിന്നാണ്. ഞാൻ എവിടെ നിന്ന് വന്നു? ഞാൻ വന്നിരിക്കുന്നത് എന്നെ ഉണർത്തിയിരിക്കുന്ന, എല്ലാവരെയും ഉണർത്തുന്ന അനന്തബോധം. ആ അനന്തബോധത്തെയാണ് 2-ാം അധ്യായത്തിൽ നമ്മൾ 11-ാം ശ്ലോകം ഭാഗവതത്തിൽ കാണാൻ പോകുന്ന വരികൾ. 2-ാം അധ്യായം ഭാഗവതത്തിൽ 1-ാം സ്കന്ധം 2-ാം അധ്യായം 11-ാം ശ്ലോകം. വദന്തി തത്വവിദഃ. വല്ലതും കാണുന്നുണ്ടോ നിങ്ങൾ? വദന്തി തത്വവിദഃ. ഈ പുസ്തകം ഇല്ലാത്തവരൊക്കെ പുസ്തകമൊക്കെ ഒന്ന് സംഘടിപ്പിക്കണേ. ഇതൊക്കെ ജീവിതത്തിൽ ഒരു ജന്മസുഹൃതമാണ്. ഈ ഭാഗവതമൊക്കെ കുറച്ചെങ്കിലും പഠിക്കാൻ സാധിക്കുക. ഇപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവില്ല, കാലം കൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവും. എത്ര വലിയൊരു ടെക്സ്റ്റ് ആണതുള്ളത്. വദന്തി തത്വവിദഃ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. അപ്പൊ ഭഗവാനെന്നും പരമാത്മാവെന്നും ബ്രഹ്മമെന്നൊക്കെ വിളിക്കുന്നത്
തത്വത്തെയാണ്. നമ്മൾ ഓരോരുത്തരും ഏതൊരു തത്വത്തിൽ നിന്നാണ് വന്നത്, ആ തത്വത്തെ ബ്രഹ്മം എന്ന് വിളിക്കുന്നു. അവർക്ക് പറയൂ നിങ്ങൾ. അപ്പൊ ഭഗവാനും പരമാത്മാവും വേറെയാണോ? ഇപ്പൊ ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിന്റെ അകത്തേക്കാണോ നോക്കേണ്ടത്, ഹൃദയത്തിലേക്കാണോ നോക്കേണ്ടത്? ഇത് നിങ്ങൾ മക്കൾക്കാർക്കെയും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? എന്താ നിങ്ങൾ എന്നെ നോക്കുന്നത്? പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ? എത്ര പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആകെ 4 പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് ചോദിക്കും, ഇതാർക്കെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇതൊന്നും നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാതെ അവരെ അന്ധമായ ഭക്തിയിലേക്ക് കൊണ്ടുവന്ന് വെറുതെയാണ് അവർ തൂങ്ങാതിരിക്കുന്നത്. അവരെ മെന്റൽ പവർ കിട്ടണമെങ്കിൽ ഈ ഒരു അറിവിലേക്ക് വരണം. അപ്പൊ ഞാനും നിങ്ങളും നിസ്സാരക്കാരാണോ? പറയൂ. അനന്തമായ ദൈവീക ശക്തി എവിടെയുണ്ട്? എവിടെയുണ്ട്? നമ്മളിലുള്ളിലുണ്ട്. അതിന് പകരം ഉള്ള ശക്തി മുഴുവൻ, ഉള്ള സ്വർണം മുഴുവൻ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് എന്നിട്ട് ഒരു ദിവസം വീട്ടിന്റെ പുറത്ത് പോകും, കള്ളം കയറി കക്കുകയും ചെയ്യും. എന്നിട്ട് നെഞ്ചത്തടിച്ച് കരയാണ്, 40 പവൻ പോയി, 50 പവൻ പോയി. അപ്പൊ ഉള്ളിൽ ഉള്ള ദൈവത്തെ വിട്ട് പുറത്തുള്ള സ്വർണം അതിൽ കെട്ടിപ്പിടിച്ച് ജീവിക്കുമ്പോ കള്ളം കൊണ്ടുപോയില്ലേ അത്ഭുതമുള്ളൂ. നിങ്ങളൊന്നും മിണ്ടാത്തത് നിങ്ങൾ ആണോ അല്ലയോ? ഉള്ളിലുള്ള ദൈവത്തെ വിട്ട് പുറത്തുള്ള സ്വർണത്തിന്റെ പിന്നാലെ പോകുന്നത് എന്തിനാണ്? ചില പരസ്യത്തിലൊക്കെ കാണാറില്ലേ, വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്താണുള്ളത് എന്ന് പറഞ്ഞ പോലെ ഉള്ളിലുള്ള ദൈവത്തെ വിട്ട് പുറത്തുള്ള സ്വർണത്തിന്റെ പിന്നാലെ പോവുകയാണ് മനുഷ്യൻ. മനസ്സിലാവുണ്ട് നിനക്ക്? അതുകൊണ്ട് നമ്മളാരും ദുർബലരല്ല. ദുർബലരാണോ? ഒന്ന് നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞു, ഞാനൊരു ദുർബലനല്ല എന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾ. എന്തല്ല? നമ്മളാരും തളരേണ്ടവരല്ല. തളരേണ്ടവരാണോ? അല്ല. പക്ഷെ ഈ അറിവ് കൊണ്ട് മാത്രം കാര്യമില്ല. ഇത് ബ്രഹ്മം, ഉള്ളിൽ ബ്രഹ്മമുണ്ട്. ഇനിയിപ്പോ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. കാരണം എവരിത്തിങ് ഈസ് ഇവോൾവ് ഫ്രം എനർജി. ആർക്കും നിഷേധിക്കാൻ പറ്റും? ഫിസിക്സിന് നിഷേധിക്കാൻ പറ്റൂ, ശാസ്ത്രജ്ഞന് നിഷേധിക്കാൻ പറ്റുമോ? എവരിത്തിങ് ഈസ് ഇവോൾവ്. മാറ്റർ ഈസ് നത്തിങ് ബട്ട് എനർജി. ഈ കാണുന്നതൊക്കെ ഊർജം തന്നെയാണ്. ആർക്കും നിഷേധിക്കാൻ പറ്റും? അടുത്ത വാക്കാണ് ധർമ്മം. ഭാഗവതത്തിൽ പറയും, ധർമ്മ പ്രോചിത ഹിതപുത്രപരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തുശിവദം താപത്രയോന്മൂലനം ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുത്യതക്ഷണാൽ. അപ്പൊ എന്താ പറയണത്? ബ്രഹ്മം എന്നത് അറിഞ്ഞാൽ മാത്രം പോരാ, ഇനി എന്ത് വേണം? ധർമ്മം അത് ചെയ്യണം. എന്താണ് ധർമ്മം എന്ന് പറഞ്ഞാൽ? ആ ബ്രഹ്മത്തിലേക്ക് മനസ്സിനെ കണക്ട് ചെയ്യാനുള്ള പരിശീലനത്തിന്റെ പേരാണ് ധർമ്മം. അതായത് സാധന എന്നതിന്റെ മറ്റൊരു വാക്കാണ് എന്ത്? നിരന്തരമായ ചില സാധനകൾ ഉണ്ടെങ്കിലേ മനസ്സിനെ ആ അനന്ത ബ്രഹ്മത്തിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ കണക്ഷന്റെ ഒരു ചെറിയ പ്രശ്നമാണ്. ആ കണക്ഷൻ ശരിയല്ലാത്തത് കൊണ്ടാണ് നമ്മൾ മെന്റലി വളരെ താളം തെറ്റുന്നത്. അപ്പൊ അങ്ങനെ എങ്ങനെയാണ് അതിലേക്ക് കണക്ട് ചെയ്യുക എന്നത് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഭാഗവതത്തിലെ എൻ്റെ കഥകൾ വ്യാസഭഗവാൻ ഡെവലപ്പ് ചെയ്തത്. എന്തിനാണ് കഥകളൊക്കെ പറഞ്ഞത്? അനന്തമായ ദൈവീക ശക്തിയിലേക്ക് നമ്മളെ അവരൊക്കെ പറയൂ നിങ്ങൾ കണക്ട് ചെയ്യാൻ. അപ്പൊ നമുക്ക് കഥകളിലൂടെ ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി, നമുക്ക് ഫിസിക്സ് ആയാലും ശരി, ഇപ്പം തെർമോഡൈനാമിക് കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ അതിന് കുറെ എക്സാമ്പിൾസ് പറഞ്ഞു കൊടുക്കണം. അതത്ര ഈസി അല്ല കുട്ടികളെ പഠിപ്പിക്കാൻ. ഉദാഹരണത്തിന് നിങ്ങൾ കത്തിക്കുന്ന ഗ്യാസ്, സെക്കൻഡ് തെർമോഡൈനാമിക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഗ്യാസിന്റെ കാര്യം പറയാം. അത് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു സാധനത്തിനെ അത് നമുക്ക് ഉപയോഗപ്പെടണമെങ്കിൽ അതിൽ പ്രഷർ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അത് മൂവ് ചെയ്യുന്നു. അങ്ങനെയാണല്ലോ നമ്മൾ ഗ്യാസ് കത്തി എടുക്കുന്നത്. അതിനാ പ്രഷറില്ലെങ്കിലോ അതവിടെ തന്നെ നിൽക്കും. അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു മോഷൻ ഉണ്ടെങ്കിലും അത് പവർഫുൾ ആക്കണമെങ്കിൽ അതിനൊരു ഫോഴ്സ് കൊടുക്കണം എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ, കൺവിക്ഷൻ ആവണമെങ്കിൽ അതിന് ചില ഈസി ആയിട്ടുള്ള ചില സ്റ്റോറികൾ പറഞ്ഞു തരുമ്പോൾ നമുക്കിത് മനസ്സിലാവും. അപ്പൊ ഇവിടെ മഹാഭാരതത്തിലെ ലാസ്റ്റ് ഇവന്റ് എപ്പിസോഡ് എടുത്തിട്ടാണ് വ്യാസഭഗവാൻ എൻ്റെ ഭാഗവതം ആരംഭിക്കുന്നത്. അപ്പൊ അതിൽ അവസാനത്തെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്, പാണ്ഡവന്മാർ വിജയിച്ചു. അവരവരുടെ ശിബിരത്തിലേക്ക് പോകുന്നതിന് പകരം കൗരവ ശിബിരത്തിലേക്ക് പോകുന്നു. പിറ്റേ ദിവസമാണ് അറിയുന്നത്
പാഞ്ചാലിയിൽ പാണ്ഡവർക്കുള്ള കുട്ടികളെയൊക്കെ അശ്വത്ഥാമാവ് കൊല്ലുന്നു. അശ്വത്ഥാമാവിനെ പിടിച്ചു കെട്ടാൻ അർജുനൻ പ്രതിജ്ഞ ചെയ്യുന്നു. കൃഷ്ണൻ കുരുക്ഷേത്രത്തിൽ പോയി അർജുനനെ കൊണ്ട് പിടിച്ചു കെട്ടി പാഞ്ചാലിയുടെ മുന്നിൽ കൊണ്ടുവയ്ക്കുന്ന ആ ഒരു രംഗം. ആ സമയത്ത് പാഞ്ചാലി, ഇന്നാണെങ്കിൽ പറയും ഡബിൾ വെട്ട് വെട്ടാൻ അശ്വത്ഥാമാവിനെ. അന്നത്തെ ആ പാഞ്ചാലി പറയാണ്, ഇവൻ മഹാക്രൂരനാണ്, ഇവൻ നിന്ദ്യനാണ്, പക്ഷേ ഇവനെ കൊല്ലണ്ട. കാരണം ഇവൻ മരിച്ചു കഴിഞ്ഞാലുള്ള വേദന സഹിക്കാനുള്ള കഴിവ് ഇവന്റെ അമ്മയ്ക്കില്ലേ. ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന, 7-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്ന പാഞ്ചാലിയുടെ വരികളുണ്ട്. മാരോദീതസ്യ ജനനീ ഗൗതമീ പതിദേവത യഥാഹം മൃതവത്സാർത്ഥ രോദുമ്യശ്വമുഖീ മുഹു. ഭാരതത്തിലെ സ്ത്രീകളുണ്ടല്ലോ, അന്നത്തെ കാലഘട്ടത്തിലെ സ്ത്രീകളുടെ ആ മെന്റൽ സ്ട്രെങ്ത് പറയുകയാണ്, എൻ്റെ മക്കൾ മരിച്ചതിനെ എനിക്ക് തരണം ചെയ്യാനുള്ള കരുത്തുള്ള പോലെ ഇവന്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു കരുത്തുണ്ടാവണം എന്നില്ല. അവന്റെ അമ്മയെ ഓർത്ത് ഇവനെ വെറുതെ വിട്ടുള്ളൂ. ഇപ്പം പാഞ്ചാലിയുടെ 5 മക്കളെ കൊന്നവനെ കാര്യ പറയുന്നത്, എൻ്റെ മക്കൾ മരിച്ചതിനെ ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റുന്ന പോലെ ഇവന്റെ അമ്മയ്ക്ക് ഇവൻ മരിച്ചാൽ അത് ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ടാകുമോ എന്നെനിക്കറിയില്ല. അതുകൊണ്ട് അത് ഓർത്തുകൊണ്ട് ഇവനെ വെറുതെ വിട്ടോളും. ആ സമയത്ത് ധർമ്മപുത്രരൊക്കെ കൈകൂപ്പി പറയുന്നുണ്ട്, ഇത്രയും കരുത്ത് നോക്കണം. അന്നത്തെ സ്ത്രീകൾക്ക് എനിക്ക് തോന്നുന്നു പുരുഷന്മാരെക്കാൾ സ്പിരിച്വൽ പവർ വളരെ കൂടുതലായിരുന്നു. അത് പിന്നീട് കളഞ്ഞു കുളിച്ചു സ്ത്രീകൾ. ഇപ്പം പിന്നെ എല്ലാം തുല്യാണല്ലോ, ജെൻഡർ ഈക്വാലിറ്റി വേണമെന്ന് പറഞ്ഞു. പെണ്ണുങ്ങൾക്ക് അറിയില്ലായിരുന്നു, അവരാണുങ്ങളോട് തുല്യം മത്സരിക്കാനല്ല നോക്കേണ്ടത്, അവരാണുങ്ങളുടെ മേലെയായിരുന്നു. ആണുങ്ങൾക്ക് ഗൈഡൻസ് കൊടുത്തവരായിരുന്നു ആര്. അതുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളെ അന്ന് ധർമ്മപത്നി എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? ധർമ്മപത്നി എന്ന്. പിന്നെയാണ് ഈ ധർമ്മക്കാരെന്നുള്ള പേര് മാറിപ്പോയത്. ഈ ധർമ്മക്കാരെന്ന് നമ്മൾ പറയണത് എന്നാണ്, വീടുകളിലൊക്കെ വരുമല്ലോ ഒരു ഗ്രൂപ്പ്. ഇപ്പൊ അത് കുറവായി, അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല. പണ്ടൊക്കെ വീടുകളിൽ ഈ പിച്ചയെടുക്കാൻ വരുന്നവരെ പറയുന്ന പേരാണ് ധർമ്മക്കാർ. സ്ത്രീകൾ അങ്ങനെയും മാറി. അവര് തന്നെ സ്വതവേ അബലയും ഒക്കെയായി മാറി. അവര് ദുർബലകളായി മാറി. അപ്പൊ ഇവർക്ക് തുല്യമാവണം. ശരിക്കും സ്ത്രീകൾ ആണിനേക്കാളും ഒരു പടി മുന്നിലായിരുന്നു. അതുകൊണ്ട് മാതൃദേവോ ഭവ എന്ന് പറഞ്ഞിട്ടേ പിതൃദേവോ ഭവ എന്ന് പറഞ്ഞുള്ളൂ. ആ സ്ത്രീകൾ അത്, പെൺകുട്ടികൾ അത് കളഞ്ഞു കുളിച്ചു. വാസ്തവത്തിൽ പണ്ടത്തെ സ്ത്രീകൾക്ക് വ്രതവും പലതും ഉണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിൽ മെന്റൽ സ്ട്രെങ്ത് വളരെ കൂടുതലായിരുന്നു. അപ്പൊ ഇവിടെ ഈ കാര്യം പറഞ്ഞപ്പോ അർജുനൻ പിന്നെ പാഞ്ചാലി പറഞ്ഞ അനുസരിച്ചില്ലേ, പിന്നെ വീട്ടിൽ കയറാൻ പറ്റില്ല. അതുകൊണ്ട് അശ്വത്ഥാമാവിന്റെ മുടി മുറിച്ച് അശ്വത്ഥാമാവിനെ കൊല്ലാതെ വിട്ടു. പിന്നെ അശ്വത്ഥാമാവ് പ്രതികാരം തീർക്കുകയാണ്. ഉത്തരാദേവിയുടെ ഗർഭത്തിലേക്ക് നോക്കി അസ്ത്രം ചെയ്യുന്നു. ആ സമയത്ത് ഉത്തരാദേവി നോക്കും കത്തിജ്വലിച്ചുകൊണ്ടൊരു അസ്ത്രം കൃഷ്ണന്റെ കാല് പിടിക്കുന്നു. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പദേ നാന്യം ത്വദഭയം പശ്യേ എത്ര മൃത്യു പരസ്പരം അഭിദ്രവതി മാമീശ ശരത്തപ്തായസോ വിഭോ കാമം ദഹതു മേ നാദ മാമേ ഗർഭോ നിപത്യതം. എന്റെ കുട്ടി ഒരിക്കലും നഷ്ടപ്പെടല്ലേ കൃഷ്ണ, ഞാൻ മരിച്ചാലും എന്റെ കുട്ടി നഷ്ടപ്പെടരുത് എന്ന് പറയുന്ന ഉത്തരാദേവി കൃഷ്ണന്റെ മുന്നിൽ നിൽക്കുന്നു. കൃഷ്ണൻ ചില അത്ഭുതങ്ങളൊക്കെ കാണിച്ച് ആ ഗർഭത്തെ പ്രൊട്ടക്ട് ചെയ്ത്, അങ്ങനെ ആ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ട ഗർഭത്തിൽ നിന്നും പ്രകടമായ അല്ലെങ്കിൽ ജനിച്ച കുട്ടിയാണ് ഭാരതത്തിന്റെ ചരിത്രം മാറ്റിക്കുറിച്ച, അല്ലെങ്കിൽ നമുക്കൊരു ഭാഗവതം കിട്ടാൻ ഇടയാക്കിയ ആരുടെ കഥയാണത്? പരീക്ഷിത്ത് മഹാരാജാവിന്റെ കഥ തുടങ്ങുക. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് കൃഷ്ണൻ പാണ്ഡവരോട് പറഞ്ഞു, ഇനി ഞാൻ തിരിച്ച് ദ്വാരകയിലേക്ക് പോവുകയാണ്. മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞ്, നിങ്ങളുടെ കാര്യമൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോ എന്റെ വീട്ടിൽ എന്ത് യുദ്ധം നടക്കുന്നത് അറിയില്ല. കൃഷ്ണനാണെങ്കിൽ ഭാര്യമാരെത്ര ഒരു ദിവസം കഴിഞ്ഞിട്ട് ഭർത്താവ് വന്നാൽ തന്നെ വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല. ഇന്നത്തെ കാലത്തല്ല, പണ്ടത്തെ കാലത്ത്. ഇന്നത്തെ കാലത്ത് അത്ര ഉണ്ടോന്ന് അറിയില്ല. ഇന്നത്തെ കാലത്താണെങ്കിൽ പറയുമോ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതിയിരുന്നോ. കാരണം അന്ന് തോണ്ടാനൊന്നുമില്ലല്ലോ മനുഷ്യന്. ഇന്നിപ്പോ നമുക്ക് സമയം പോകാൻ എന്റർടൈൻമെന്റ് കുറെ സംഗതിയുണ്ട്. അപ്പോ അതുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു, ഇനി എന്നെ പോവാൻ അനുവദിക്കണം. അപ്പൊ പോകുന്നതിന് മുമ്പ് തൻ്റെ അച്ഛൻ്റെ സഹോദരിയെ കുന്തി ദേവിയെ
കണ്ട് യാത്ര പറയുന്ന ആ ഒരു രംഗം, അത് വ്യാസ ഭഗവാൻ എടുത്ത് നമുക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുകയാണ് കുന്തി സ്തുതി. ഭാഗവതത്തിലെ അതിഗംഭീരമായ ഒരു സ്തുതിയാണ് ഇത് കുന്തി സ്തുതി. നമ്മൾ നേരത്തെ വായിച്ചു, എന്നാലും ഒന്ന് ആ ഒരു ഭാഗം കണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു മെയിൻ ചടങ്ങിലേക്ക് കടക്കാം. അവിടെ കുന്തിദേവി കൃഷ്ണന്റെ മുന്നിൽ തൻ്റെ പുത്രനായ, കുന്തിയുടെ പുത്രനായ അർജുനന്റെ സമപ്രായക്കാരനാണ് ആര്? കൃഷ്ണന്റെ അതേ പ്രായക്കാരനാണ് ആര്? കുന്തിയുടെ പ്രായക്കാരനാണോ? പിന്നെന്താ വായും പൊളിച്ച് കേട്ടിരിക്കുന്നത്? അർജുനന്റെ അതേ സമപ്രായക്കാരനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. രണ്ടും ഒരേ പ്രായക്കാരാണ്. കുന്തിദേവിയുടെ സഹോദരനാണ് വസുദേവരുടെ പുത്രനുമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞ മകന്റെ തുല്യാണ് കുന്തിദേവിക്ക്. ആ കൃഷ്ണനെ തൊഴുതുകൊണ്ട് പറയുന്ന വരികള് നോക്കൂ നിങ്ങള്. നമ്മൾ മനസ്സിലാക്കിയ ഒരു ഭക്തിയല്ല ഭാഗവതത്തിലെ ഭക്തി. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതൊക്കെ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ബിലീഫാണ്. അവിടെ നോക്കൂ നിങ്ങൾ. നമസ്തേ പുരുഷത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം മായാജവനികാച്ഛന്നം അജ്ഞാതോക്ഷതമവ്യയം ന ലക്ഷ്യസേ മൂഢദൃശാം നടോ നട്യതരോ യഥാ തഥാ പരമഹംസാനം മുനീനാം അമലാത്മനാം ഭക്തിയോഗവിധാനത്തം കഥം പശ്യേമഹി സ്ത്രിയാം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജംഗേ തുടങ്ങിയ വരികൾ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റിയ സ്തുതിയാണ് ഏത്? കുന്തി. അപ്പൊ കുന്തി ദേവി പറയാണ്, നമസ്തേ, ഞാൻ നമസ്കരിക്കുന്നു. പുരുഷം, ഭഗവാനെ വിളിക്കുന്ന പേര് പുരുഷൻ എന്നാണ്. ഈ വാക്കുകളൊക്കെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. അതാണ് ഈ മറ്റേ കുറെ വിവരമില്ലാത്ത കുറെ ആളുകൾ ഹിന്ദുമതത്തെ പലപ്പോഴും ക്രിറ്റിസൈസ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കുറെ ആൾക്കാർ, കുറെ യുക്തിവാദമൊക്കെ ഉള്ള ആളുകൾ ഹിന്ദുമതത്തെ അധിക്ഷേപിക്കുന്നൊക്കെ. എന്താ വെച്ചാൽ നമ്മുടെ ഈ വാക്കുകളാണ് അവർ തെറ്റിദ്ധരിച്ചത്. അപ്പൊ ഈ പുരുഷം എന്ന വാക്ക്, പുരുഷൻ എന്ന വാക്ക് നമ്മൾ കാണുമ്പോൾ ഒരു സാധാരണ രീതിയിൽ ആണ്, അതാണല്ലോ പുരുഷൻ. കൃഷ്ണൻ ഒരാണാണ്, അപ്പൊ പുരുഷൻ. എന്നാൽ ഇവിടെ സ്ഥൂല രൂപത്തിലല്ല നമ്മുടെ ഋഷിവര്യന്മാര് സംസാരിക്കുന്നത്. അവരുടെ ഭാഷ വളരെ സൂക്ഷ്മമാണ്. പരോക്ഷം എന്ന് പറയും, പ്രത്യക്ഷമല്ല, അത് പരോക്ഷമാണ്. എന്ന് വെച്ചാൽ അവർ ഉദ്ദേശിച്ചതൊന്നും പറയുന്നത് മറ്റൊന്നും. ഇപ്പൊ നമ്മളിപ്പം പറയുന്ന വാക്കുകൾ പലപ്പോഴും നമ്മൾ അതേ അർത്ഥത്തിലിടുന്ന വലിയ അപകടമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു സദ്യ? ഭയങ്കര സദ്യ. ഈ ഭയങ്കരം എന്നുള്ളത് നല്ലതിന്റെ കൂടെ പോവോ? ഭയങ്കര സദ്യ എന്നൊക്കെ പറയില്ലേ ചിലര്? എന്താ ഒന്നും വേണ്ടാത്തത്? അടിപൊളി എന്നൊക്കെ പറഞ്ഞ അടിപൊളിയുടെ അർത്ഥം എന്താണ്? അടിപൊളി എന്നൊക്കെ പറഞ്ഞ എന്താ അർത്ഥം? അവൾ അവനെ തേച്ചൊട്ടിച്ചു. ഇന്നിപ്പം പറയുന്ന ഭാഷയാണ് ഈ തേച്ചൊട്ടിക്കുക എന്ന് പറയുന്നത്. ഇസ്തിരി പെട്ടിയാകും. തേക്കലും പിടിക്കലൊക്കെ ഒട്ടിക്കലും എന്തായി? പോസ്റ്ററോ? ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പല ഭാഷകളും വാസ്തവത്തിൽ ഇന്ന് സമൂഹത്തിൽ പറയുന്ന ശബ്ദം ഒന്നാണെങ്കിലും അർത്ഥം വേറെ ഒന്നാണ്. അല്ലേ? അങ്ങനെയല്ലേ? ആണോ അല്ലയോ? അവൻ എൻ്റെ ചങ്കാണെന്നൊക്കെ ഉള്ളു. ഇപ്പൊ അങ്ങനത്തെ ഓരോ ഭാഷയാണല്ലോ. പുതിയ പുതിയ ലാംഗ്വേജിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഈ തരത്തിലൊക്കെ ഒരു എന്താണ്, ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടെ പുരുഷൻ എന്ന വാക്കിന് അർത്ഥം പുരി. പുരം എന്ന് പറഞ്ഞാൽ ശരീരം, അതിൽ ശയിക്കുന്ന ഈശ്വരൻ പുരുഷം. അപ്പൊ പുരുഷൻ എന്ന വാക്കിന് അർത്ഥം പുരം. പുരം എന്ന് പറഞ്ഞാൽ ശരീരം. ഈ ശരീരത്തെ നവദ്വാരപുരം എന്നാ പറയാം. എന്താ നവദ്വാരപുരം എന്ന് പറഞ്ഞാൽ? 9 ദ്വാരങ്ങളുള്ള ഒരു പുരമാണ് നമ്മുടെ ശരീരം. ഏതാ 9 ദ്വാരം? കണ്ണിനെ 2 ദ്വാരമായിട്ടാണ് കാണുന്നത്. കവാടം, ഗോപുരങ്ങള്. മൂക്കിന് 2 ദ്വാരങ്ങൾ, കാത്, പിന്നെ വായ, പിന്നെ താഴെ മലമൂത്രങ്ങളുടെ ഒക്കെ ദ്വാരങ്ങളെ അടക്കം ഒട്ടാകെ
9 ദ്വാരമുള്ള ഒരു പുരത്തിൽ ഇരിക്കുന്ന ഈശ്വരനെ വിളിക്കുന്ന പേരാണ് പുരി ഈശൻ. പുരത്തിലിരിക്കുന്ന ഈശ്വരൻ, അത് ബോധമാണ്. അതുകൊണ്ട് നമുക്കത് മനസ്സിലാവും. ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ 13ാമത്തെ ഗീത. അപ്പൊ അവിടെ നമുക്ക് റെഫറൻസ് എടുത്ത് നോക്കാം, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. ഗീതയിൽ പറഞ്ഞിട്ടുണ്ടോ നോക്കാം നമുക്ക്. അപ്പൊ നമുക്കൊന്ന് മനസ്സിലാക്കാമല്ലോ പുരുഷൻ എന്നുള്ള വാക്കിനെ ഞാൻ പറഞ്ഞ രീതിയിൽ ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ടോ എന്നുള്ളത്. കാരണം ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പല്ലേ അങ്ങനെ ഉണ്ട് എന്നുള്ളത്. അവിടെ 25ആണോ 26ആണോ കൃത്യം എനിക്ക് ഓർമ്മയില്ല. എന്താണ്? ഉപദൃഷ്ടാനുമന്താച്ച ഭർത്താ ഭോക്താ മഹീശ്വര. ആർക്കെങ്കിലും കൃത്യം നമ്പർ കിട്ടിയെന്ന് പറയണേ. 23 കൺഫ്യൂഷൻ ആകല്ലേ. 25ആണോ 22? ഓക്കെ, 22. ഓക്കെ, ചില ബുക്കിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. ഉപദൃഷ്ടാനുമന്താച്ച ഭർത്താ ഭോക്താ മഹീശ്വര. കിട്ടിയോ നിങ്ങക്ക്? ഉപദൃഷ്ടാനുമന്താച്ച ഭർത്താ ഭോക്താ മഹീശ്വര. അടുത്ത വരി പരമാത്മീതിത്യുക്ത. ഒന്നുകൂടി ശ്രദ്ധിക്കൂ. എന്താണ് പരമാത്മീതി ഇത്യുക്ത? പരമാത്മാവെന്ന് വിളിക്കുന്ന ദേഹേസ്മിൻ പുരുഷ പര. ഈ ദേഹത്തിലിരിക്കുന്ന ആ പരമാത്മാവൻ തന്നെയാണ് പുരുഷ പര, പരം പുരുഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആണല്ല. ദേഹേസ്മിൻ എന്ന് പറഞ്ഞല്ലോ. ഒന്നുകൂടി ശ്രദ്ധിക്കുക വരി. എന്താണ് പരമാത്മീതിത്യുക്ത? ആ വരി ഒന്നുകൂടി പറയൂ. പരമാത്മീതിത്യുക്ത. ദേഹം എന്നല്ല പറഞ്ഞത്, ദേഹം എന്നല്ല പറഞ്ഞത്, ദേഹേസ്മിൻ. അപ്പം അസ്മിൻ ദേഹേ എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ ദേഹത്തിൽ എന്നാണ് അർത്ഥം, അല്ലാതെ ദേഹം എന്നല്ല. അപ്പൊ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഒരാണാണോ? മനസ്സിലാവുണ്ടോ നിനക്ക്? ഒരാണിനെയല്ല കൃഷ്ണൻ ഉദ്ദേശിച്ചത്, ദേവി ഉദ്ദേശിച്ചത്. അപ്പൊ എല്ലാവരിലും ആരുണ്ട്? പുരുഷനുണ്ട്. പുരുഷ സൂക്തം എന്നൊരു സൂക്തം ഉണ്ടല്ലോ. സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാസ ഭൂമിം വിശ്വതോ വൃത്വ അത്യധിഷ്ഠ ദശാങ്കുലം എന്നൊക്കെ പറയുന്ന പുരുഷ സൂക്തം ഗുരുവായൂർ അമ്പലത്തിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കാണാം ഈ യോത്തിൽ ചൊല്ലുന്നത്. അപ്പൊ ഇവിടെ ഈ ഉള്ളിലിരിക്കുന്ന പരമാത്മാവിന് പറയാണ്, ഭഗവാനെ അതെനിക്ക് കാണിച്ചു തന്നത് ഹേ കൃഷ്ണ അങ്ങാണ്. ആ പരമാത്മാവിന്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ടു. അതെങ്ങനെയാണ് അനുഭവപ്പെട്ടത്? അതിന് ഞാൻ നിരന്തരമായ ഉപാസനകൾ, അനുഷ്ഠാനങ്ങൾ, അല്ലെങ്കിൽ ജപം. അതാണ് ജപം നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് പറയുന്നത്. നമ്മൾ ഹിന്ദുക്കൾ അത് കളഞ്ഞു കുളിച്ചു ആ ജപമൊക്കെ. ഇപ്പൊ ദേവി ഇവിടെ കൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് പറയണു, കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഘ്രേ. ഇവിടെ നമ്മൾ ഈ നാമം ചൊല്ലുമ്പോൾ ഇതൊരു സൈക്കോളജിക്കൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മളുണ്ടല്ലോ നാമം ജപിക്കുന്ന സമയത്ത് നമ്മുടെ അറ്റൻഷൻ നാമത്തിലേക്ക് തിരിയുമ്പോൾ, നമ്മുടെ ഇൻവോൾവ്മെന്റ് തിരിയുമ്പോൾ ആ ഭക്തി എന്ന വാക്ക് അപ്പോഴാണ് വരുന്നത്. നമ്മൾ പൊതുവെ ഭക്തി, ഭക്തൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ജപിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയാം, ജപമല്ല ഭക്തി. ജപത്തിലുള്ള നമ്മുടെ ലയമാണ്, ആസ്വാദനമാണ് ഭക്തി. ഭക്തി എന്ന് പറയുന്നത് ഒരു ആസക്തിയാണ്. ഭക്തി എന്ന് പറയുന്നത് ഒരു ആസക്തിയാണ്, നാമത്തിലുള്ള ഒരു ആസക്തിയുടെ പേരാണ്. അപ്പൊ നമുക്ക് മനസ്സ് നാമത്തിലേക്ക് മുഴുകുന്നില്ലെങ്കിൽ, അതിലൊരു ആസക്തി വന്നില്ലെങ്കിൽ എന്തില്ല? പൊതുവെ അമ്പലത്തിൽ പോയി തൊഴുതാ ഭക്തിയാവോ? അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയി നമ്മൾ. അമ്പലത്തിൽ പോയി തൊഴുതാ ഭക്തി ആവില്ല. നമുക്ക് ഭക്തി ഉണ്ടാവണമെങ്കിൽ ആ നിങ്ങൾ ചെയ്യുന്ന ഉപാസനകളിൽ എന്ത് വേണം? ഒരു ലയം വേണം, ആസക്തി വേണം, അതിലൊരു മുഴുകൽ വേണം. ആ ലയത്തിന്റെ പേരാണ് ഭക്തി. അതെപ്പോഴും മറക്കാതിരിക്കണം. എന്താണ്? അതുകൊണ്ടാണ് കണ്ണടച്ചു ജപിക്കണം, കണ്ണടച്ചു ജപിക്കണം, കണ്ണടച്ചു ഭരിക്കണം. ഭഗവാൻ തന്നെ ഗീതയിൽ, ഞാൻ പറയുന്ന വരികള് ഗീതയിലെ 10ാം അധ്യായത്തില് 10 ഭഗവാൻ 9ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ആരുടെ മനസ്സാണോ
വേണ്ട. 7-ാം അധ്യായത്തിൽ അനവധി തവണ പറഞ്ഞിട്ടുണ്ട്, എവിടെ വേണമെങ്കിലും എടുത്ത് നോക്കാം നിങ്ങൾക്ക്. 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മൈ ആസക്തമനപ്പാർത്ത യോഗം യുഞ്ജന്മദാശ്രയ. തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാം ശ്രീ ഭഗവാനുവാദ് മൈ ആസക്തമനപ്പാർത്ത യോഗം യുഞ്ജന്മദാശ്രയ. കാണുന്നുണ്ടോ? മൈ ആസക്ത, എന്നിൽ എന്തായിരിക്കണം? ആസക്തി വേണം. അപ്പൊ നമ്മൾ ആസക്തി എന്ന് പറഞ്ഞാൽ ഒന്നിനോടുള്ള മനസ്സിന്റെ അമിതമായ ഒരു ഒട്ടൽ, ഒരു അമിതമായ ലയത്തെയാണ് നമ്മൾ പറയാ. ഇപ്പൊ കുട്ടികൾ ഇങ്ങനെ മൊബൈലിൽ വല്ലാതിരുന്നാൽ നമ്മൾ പറയും അവനതിൽ അല്ലാതെ ആസക്തമായിട്ടിരിക്കുകയാണ്, ആസക്തി പൂണ്ടിരിക്കുക. അപ്പൊ അതുപോലെ നമുക്ക് നാമജപത്തിലും എന്ത് വേണം? ആ ആസക്തി വരുമ്പോഴാണ് നിങ്ങൾ നോക്കുക എന്താ സംഭവിക്കുക. മനസ്സിന്റെ ഹോൾ അറ്റൻഷൻ നമ്മൾ ഈ ജപത്തിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അക്യുമുലേറ്റഡ് ആയിരിക്കുന്ന, സ്റ്റോർഡ് ആയിരിക്കുന്ന കുറേ വേണ്ടാത്ത ചിന്തകളുണ്ട്, ദുർബലതകളുണ്ട്, വികാര ദുർബലതകൾ, നമ്മുടേതായിട്ടുള്ള സെൽഫിഷ്നെസ്, നമ്മുടേതായിട്ടുള്ള ഈഗോ, നമ്മുടേതായിട്ടുള്ള ചില സ്റ്റബേൺനെസ്, നമ്മുടേതായിട്ടുള്ള കുറെ അധമൻ നേച്ചർ, നമ്മുടേതായിട്ടുള്ള നമ്മൾ പറയുന്ന വാശികളും ദുർവാശികളും, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഡോമിനേറ്റ് ചെയ്യുമ്പോൾ, പ്രോമിനന്റ് ആയിട്ട് നിൽക്കുമ്പോൾ, പവർഫുൾ ആയിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഹോൾ ബിഹേവിയർ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എത്ര ഹൈലി എഡ്യൂക്കേറ്റഡ് ആയി. അതുകൊണ്ടാണ് ചിലർ പെട്ടെന്ന് മെന്റലി ബാലൻസ് തെറ്റി ഭയങ്കരമായിട്ട് അജിറ്റേറ്റഡ് ആയി ഒരു നിമിഷം കൊണ്ടൊക്കെ കുടുംബ ബന്ധം തകർത്തു പോകുന്ന. അതുകൊണ്ടാണ് ഒരു നിമിഷം കൺട്രോൾ തെറ്റി എന്തോ പറയാൻ പാടില്ലാത്തൊക്കെ പറഞ്ഞു, അതോടുകൂടി പിന്നെ ഒരിക്കൽ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയ പിന്നെ ഒരു ബന്ധം കൊണ്ടുപോകാൻ വളരെ പ്രയാസമാണ്. ഞാനിപ്പോൾ അടുത്ത കാലത്തെ ഞാൻ വളരെ റീസെൻ്റ്ലി ഒരു ഫാമിലി കല്യാണം കഴിച്ചിട്ടൊരു മാസമായിട്ടുള്ളൂ. എന്തോ ആ പെൺകുട്ടി എന്തോ പറഞ്ഞ് അവൻ ഇഷ്ടപ്പെട്ടില്ല, അവൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. ഈ കുട്ടി ആദ്യമായിട്ടാണ് ഇത്രവൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നത് കാണാം. ഇവള് പേടിച്ചു പോയി. ഇനി അവൻ്റെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല സ്വാമി. അച്ഛനും അമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് മനസ്സിലാവുന്നില്ല. ഇവൻ്റെ കൂടെ ഇവനെന്തോ അപസ്മാരം, എന്തോ രോഗമുള്ളത് പോലെയൊക്കെ എനിക്ക് തോന്നുന്നു. ഇവരൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്ന്. അപ്പൊ നോക്കൂ, നിങ്ങളൊരു മാസം അവൾക്ക് അറിഞ്ഞില്ല. ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോ ഇതൊക്കെ എന്തുകൊണ്ടാ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെ ഉള്ളിലും ഇതുപോലുള്ള പാറ്റേൺ ഓഫ് നേച്ചറുകൾ ഉണ്ട്. കാരണം നമ്മളെന്ന് പറയുന്നത് ഒരു ന്യൂ സ്റ്റഫ് അല്ല, നമ്മളെന്ന് പറയുന്നത് ഒരു പുതിയ പ്രൊഡക്റ്റ് ഒന്നുമല്ല. നമ്മളെല്ലാം പാസ്റ്റിന്റെ കണ്ടിന്യൂമാണ്. അതിപ്പോ ഫിസിക്സ് പറയുന്ന പോലെ നത്തിങ് ക്യാൻ ബി ക്രിയേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റഡ് അല്ലല്ലോ, ആരും ക്രിയേറ്റഡ് അല്ലല്ലോ. വി ആർ ഓൾ ഓൾഡ് തന്നെയാണ്, പാസ്റ്റ് തന്നെയാണ്. പക്ഷെ അത് പുതിയൊരു ഫോമിൽ നമുക്ക് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നമ്മളിപ്പം നമ്മുടെ വീട്ടിലെ പ്ലാസ്റ്റിക് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ആക്രിക്കാരൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവൻ അതിനെ കൊണ്ട് വിറ്റ് അതൊരുക്കി വീണ്ടും, ഇപ്പൊ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ചെയറും കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കേണ്ട ഫ്രഷ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ആയിരിക്കുന്നത്. ഒരുപക്ഷെ എല്ലാം ഉരുക്കി ചേർത്ത് പുതിയതൊന്നും ഉണ്ടാക്കിയതായിരിക്കാം. ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഡരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അപ്പൊ നമ്മളൊക്കെ പാസ്റ്റിന്റെ പ്രൊഡക്റ്റുകളാണ്. അപ്പൊ നമ്മുടെ പൂർവജന്മവാസനകളൊക്കെ എവിടെയുണ്ട്? നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ മനസ്സിനെ മോചിപ്പിക്കണോ വേണ്ടയോ? എത്ര പാസ്റ്റ് നമ്മുടെ ഉള്ളിലുണ്ടെന്ന് ആർക്കും അറിയില്ല. അപ്പൊ അതിൽ നിന്ന് മോചിപ്പിക്കാൻ എന്താ വഴി? ഈ മനസ്സിന്റെ ഇന്റൻസിറ്റി നാമജപങ്ങളിലേക്ക് തിരിച്ചുവിടും തോറും, ഒരു എനർജിയിലേക്ക് മനസ്സ് തിരിയും തോറും വേറൊന്നിലേക്കുള്ള മനസ്സിന്റെ ആകർഷണ ശക്തി കുറയുമ്പോൾ നമ്മുടെ ജീവിതം കുറേയും കൂടിയും ധന്യമാക്കാൻ സാധിക്കും. അപ്പൊ ഭക്തി എന്ന് പറയുന്നത് എന്താണ്? ഭക്തി എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ഭൂതകാലത്തിന്റെ ഓർമ്മകൾ അല്ലെങ്കിൽ സംസ്കാരവുമായിട്ടുള്ള ബന്ധം നമുക്ക് വേർതിരിച്ചു തന്ന് നമ്മുടെ മനസ്സിനെ കുറെ കൂടി ശുദ്ധീകരിച്ച് ഇപ്പോഴത്തെ ജീവിതം കുറെ കൂടി ധന്യമാക്കാൻ നമ്മളെ അനുഗ്രഹിക്കുന്ന പവിത്രമായ ഒരു മാനസിക അവസ്ഥയുടെ പേരാണ് ഈ ഭക്തി. ഇത് വേണ്ടേ? അതാണ് കുന്തിദേവി പറയുന്നത്, ഭഗവാനെ എനിക്ക് അവിടുത്തെ ഈ നാമജപം കൊണ്ട് ഇപ്പൊ എന്താ ഉണ്ടായത്? വിപദ സന്തുന ശശൽ തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യസ്യാൽ അപ്പുനർഭവ ദർശനം
ഇനിയും ഇനിയും വിപത്തുക്കൾ വന്നോട്ടെ കൃഷ്ണ. എന്തെല്ലാം വിപത്തുക്കൾ വരാനുണ്ടോ വന്നോട്ടെ. വന്നോട്ടെ എന്ന് പറഞ്ഞാൽ തന്നോളൂ എന്നല്ല. വിപത്തുക്കളൊക്കെ വന്നാലും തത്ര തത്ര ജഗദ്ഗുരോ, അവിടെയൊക്കെ ഭഗവാനെ അവിടുത്തെ ആ ഒരു സ്മരണം കൊണ്ട് ഈ വിപത്തുക്കളൊന്നും എന്നെ ബാധിക്കുന്നില്ല. അപ്പൊ വിപത്തുക്കളിലേക്ക് എൻ്റെ മനസ്സ് പോവാതിരിക്കത്തക്ക വിധത്തിൽ ഞാനിപ്പോൾ ഈ നാമജപാദികളിൽ അത്രയും നിരന്തരമായി മുഴുകി എന്നാണ്. ഇതന്നെയാണ് ഭട്ടതിരിപ്പാടിനൊക്കെ സാധിച്ചത്. നിങ്ങൾ എത്ര പേര് നാരായണീയം വായിച്ചിട്ടുണ്ട്? എത്ര പേര് നാരായണീയം അറിയുന്നവരുണ്ട്? നാരായണീയത്തിലെ ഈ ശ്ലോകം, ഭട്ടതിരിപ്പാട് നാരായണീയം രചിക്കാൻ കാരണമായി തീർന്ന ശ്ലോകം. അദ്ദേഹം തന്നെ പറയുന്നു, വാതരോഗം കൊണ്ട് വളരെ സഹിക്കാൻ വയ്യാത്ത വേദന കൊണ്ട് ഞാൻ ഈ ഗുരുവായൂരിൽ വന്നപ്പോൾ ആ ഗുരുവായൂരപ്പന്റെ രൂപവും നാമവും ഒക്കെ ചൊല്ലുമ്പോൾ എൻ്റെ മനസ്സിൽ ഉണ്ടായൊരു മാറ്റം എന്താ വെച്ചാൽ, പ്രബോധാദിവ്യാധി, 2ാമത്തെ ദശകത്തിലെ 8ാമത്തെ ശ്ലോകം. പ്രബോധാദിവ്യാധി പ്രസവജലിതേ മാമകഹൃതി ത്വദീയം ത്വദ്രൂപം പരസുഖചിദ്രൂപമുദിയാൽ ഉദഞ്ചൽ രോമാഞ്ചോ ബഹുഹർഷാശ്രുനിവഹോ യഥാ വിസ്മര്യാഹം ദുരുപമശമപീഡാപരിഭവൻ. ഇത് വളരെ സൈക്കോളജിക്കലാണ്, സയന്റിഫിക്കാണ് ഈ കാര്യം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ രൂപത്തെ ധ്യാനിക്കുവാനും നാമത്തിൽ മുഴുകുവാനുമാണ്. ഇത് രണ്ടും മറക്കരുത്. എന്താണ്? രൂപത്തെ നമ്മൾ ധ്യാനിക്കണം. ഇതെന്റെ വരികളല്ലേ, നിങ്ങൾക്ക് അല്പം ഒരു ഇതിന് സത്സംഗം പരിചയം ഉണ്ടെങ്കിൽ മനസ്സിലാവും. ആദി ശങ്കരാചാര്യ സ്വാമികൾ അന്ന് എഴുതി വെച്ചിരിക്കുകയാണ്, ഗേയം ഗീത നാമസഹസ്രം. ഗേയം എന്ന് പറഞ്ഞാൽ ഗായതി, ചൊല്ലണം, പഠിക്കണം. ഗീതാനാമസഹസ്രം, ഭഗവത്ഗീതയും നാമസഹസ്രം. ഏത് ചൊല്ലണം? നാമസഹസ്രം എന്ന് പറഞ്ഞാൽ വിഷ്ണു സഹസ്രനാമം ഒക്കെ ചൊല്ലി പഠിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഗേയം ഗീതാനാമസഹസ്രം ദേയം ശ്രീപതിരൂപമജസ്രം. ദേയം എന്ന് പറഞ്ഞാൽ ധ്യാനിക്കണം. ശ്രീപതി രൂപം, ഭഗവാന്റെ രൂപത്തെ തൊഴാൻ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ ഭഗവാന്റെ രൂപത്തെ എന്ത് ചെയ്യണം? ചിത്തത്തിലച്യുത കളിപ്പന്തലിട്ടു വിളയാടിയിടുകയൻ മനസ്സിൽ നാരായണായ നമ എന്ന് പറഞ്ഞ പോലെ എവിടെ കാണണം? ഉള്ളിൽ കാണണ്ടേ ആ രൂപം? അതാണ് ധ്യേയം. അപ്പൊ രൂപത്തെ കാണാം. ഇനി അടുത്ത് പറയുന്നത് നേയം സജ്ജന സംഘേ ചിത്തം. മനസ്സിനെ എങ്ങോട്ട് കൊണ്ടുപോകണം? സജ്ജനങ്ങളുടെ അടുത്തേക്ക് പോകണം. മനസ്സിലായില്ലേ? സത്സംഗങ്ങൾക്ക് പോകണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ദേയം ദീനജനായ ച വിത്തം, ദാനം തുടങ്ങിയിട്ടുള്ള സംസ്കാരങ്ങൾ ഉണ്ടാവണം. നിൽക്കട്ടെ. അപ്പം ഇവിടെ ഭട്ടതിരിപ്പാടിന്റെ ഈ വരികളും പറഞ്ഞ് നമുക്ക് അപ്പൊ ഈ ഒരു ശ്ലോകം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ നാരായണീയത്തിൽ ഭട്ടതിരിപ്പാട് പറയുന്നു, എനിക്ക് പ്രബോധാദിവ്യാധി, അസഹനീയമായ വേദന. ഈ വേദന ഞാൻ എങ്ങനെ ഓർക്കം ചെയ്തത്? ഭഗവാന്റെ ആ രൂപം കണ്ടും നാമം ജപിച്ചും എൻ്റെ ഉള്ളിൽ എന്തുണ്ടായി? വ്യാധി പ്രസവജലിതേ മാമകഹൃതി. പിന്നെന്താ ഉണ്ടായത്? പ്രബോധാദിവ്യാധി പ്രസവജലിതേ മാമകഹൃതി ത്വദീയം ത്വദ്രൂപം പരസുഖ ചിദ്രൂപമുദിയ. അവിടുത്തെ രൂപവും നാമവും എവിടെ വന്നു? എൻ്റെ ഉള്ളിൽ അങ്ങനെ മുഴുകി. ഞാൻ അതിലങ്ങനെ മുഴുകിയപ്പോൾ വിസ്മര്യാഹം എന്നാണ്. എൻ്റെ പീഡകളെ, എൻ്റെ വേദനകളെയൊക്കെ ഞാൻ മറന്നുപോയി. അപ്പൊ നോക്കൂ, എല്ലാ വേദനകളിൽ നിന്നും മനസ്സിനെ മറ്റൊരു തലത്തിലേക്ക് ലയിപ്പിച്ചപ്പോൾ, മുഴുകിയപ്പോൾ തൻ്റെ വേദനകളും ദുഃഖങ്ങളും മറന്നു എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ബോധം വാസ്തവത്തിൽ സകല ദുഃഖങ്ങളിൽ നിന്നും മുക്തമാണ്, അല്ലേ? മനുഷ്യന്റെ ബോധത്തെ തൻ്റെ ദുഃഖങ്ങളിൽ നിന്നും വേർപെടുത്താൻ സാധിക്കും. നമ്മുടെ ശ്രദ്ധ തിരിക്കാനുള്ള കഴിവ് നമുക്കുണ്ടോ? ഉറക്കെ പറയൂ. മനുഷ്യന്റെ ശ്രദ്ധ തിരിക്കാനുള്ള കഴിവ് മനുഷ്യനുണ്ടോ? ഈ ശ്രദ്ധ തിരിക്കാനുള്ള കഴിവ് ബോധമുള്ളത് കൊണ്ടല്ലേ? അപ്പൊ ബോധത്തിന് എങ്ങോട്ട് വേണമെങ്കിലും ശ്രദ്ധ തിരിക്കാൻ കഴിയുമെങ്കിൽ ആ ശ്രദ്ധയെ തിരിച്ചുകൊണ്ട് നല്ല കാര്യത്തിൽ മുഴുകി വേദനകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുമെങ്കിൽ ബോധത്തിന്റെ ഈ പോസിബിലിറ്റി നമ്മൾ പ്രയോജനപ്പെടുത്തണോ വേണ്ടയോ? അവർക്ക് പറയൂ.
ഇതുണ്ടായിട്ടും നമ്മളത് അറിയാതെ ജീവിക്കുന്നതല്ലേ ദുരിതം? ഇങ്ങനൊരു കഴിവില്ലാതിരുന്നിട്ട് നമ്മൾ ദുഃഖിക്കുകയാണെങ്കിൽ പോട്ടെ, അല്ലേ? ഇങ്ങനൊരു കഴിവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഏത് പ്രശ്നങ്ങളിൽ നിന്നും പുറത്ത് കടക്കാനുള്ള ശക്തിയും സാധ്യതയും എവിടെ ഉണ്ട്? അത് പ്രയോജനപ്പെടുത്തിയ അമ്മയാണ് ആര്? കുന്തിദേവി. അത് പ്രയോജനപ്പെടുത്താത്തവരാണ്, ബാക്കി നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഉപസംഹരിപ്പിക്കാനിപ്പോ അങ്ങനെ കൃഷ്ണനെ ഗുരുവായി കണ്ടുകൊണ്ട്, കൃഷ്ണ അങ്ങയിലൂടെ ഈ ഒരു അറിവ് നേടി എൻ്റെ ജീവിതത്തെ ധന്യമാക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞ് കൃഷ്ണനെ നമസ്കരിക്കുകയാണ്. സ്വന്തം മകനെ ഗുരുവായി കാണുന്ന ഒരു അമ്മയാണ് ആര്? കുന്തിദേവി. സ്വന്തം അമ്മയെ, ആ മകനെ പോലെയുള്ള കൃഷ്ണനെ ഗുരുവായി, ദൈവമായിട്ടല്ല, ഒന്നും പ്രാർത്ഥിക്കുന്നില്ല. എന്തിനാ നീ കഷ്ടം തന്നത്, എന്തിനാ നീ ദുരിതം തന്നത്, എന്തിനാ നീ വിഷമം തന്നത് എന്നൊന്നും പ്രാർത്ഥിക്കുന്നില്ല. മനസ്സിലാവുണ്ടോ? ഒന്നും പ്രാർത്ഥിക്കാനില്ല അമ്മയ്ക്ക് പറയാനുള്ളത് അങ്ങയുടെ നാമത്തിൽ ഇങ്ങനെ നിരന്തരം മുഴുകിക്കൊണ്ട്, അത്രേ എനിക്ക് ആവശ്യമുള്ളൂ ഭഗവാനെ, വേറൊന്നും എനിക്ക് അങ്ങയോട് പറയാനില്ല. ഇത് പറഞ്ഞുകൊണ്ട് ധന്യയായ അമ്മ, അവരെ കുറിച്ച് ഇനിയും ഭാഗവത്തിൽ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കഥയാണ് കുന്തിദേവിയുടെ കുന്തി സ്തുതിയിലൂടെ നമ്മുടെ മുന്നിൽ വ്യാസഭഗവാൻ അവതരിപ്പിക്കുന്നത്.